കുട്ടികളായിരിക്കുമ്പോൾ തങ്ങളുടെ വൈകാരികമായ ആവശ്യങ്ങൾക്കായി അവർ ഏറ്റവും കൂടുതൽ സമീപിക്കുന്നത് അമ്മമാരെയായിരിക്കും. അച്ഛനിൽ നിന്നും പലതും മറച്ചുവെക്കാനാണ് പലപ്പോഴും കുട്ടികൾ ശ്രമിക്കാറുള്ളത്. പക്ഷേ ഈ പ്രവണത വലുതാകുമ്പോഴും നിലനിൽക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. അത്തരത്തിലൊരു മകൻ പങ്കുവച്ച ഹൃദയസ്പർശിയായ കുറിപ്പാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുന്നത്. വിദേശത്ത് ജോലി തിരക്കിനിടയിലാണ് തന്റെ പിതാവ് മരണപ്പെട്ടു എന്ന ഞെട്ടിക്കുന്ന വാർത്ത ആ യുവാവ് കേൾക്കുന്നത്. തുടർന്ന് നാട്ടിലേക്കുള്ള യാത്രക്കിടയിൽ മൊബൈൽ പരിശോധിച്ചപ്പോൾ അച്ഛൻ തന്റെ ഫോണിലേക്ക് വിളിച്ചിരുന്നതായി കാണുന്നു. തുടർന്നുള്ള സംഭവങ്ങളും പിതാവിന്റെ അപ്രതീക്ഷിതമായ വിടവാങ്ങലിന്റെ മുഴുവൻ വേദനയും പശ്ചാത്താപവുമാണ് യുവാവ് തന്റെ കുറിപ്പിൽ പങ്കുവച്ചിട്ടുള്ളത്. സോഫ്റ്റ്വെയർ എഞ്ചിനീയറായ വിവേക് തന്റെ സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് ഇങ്ങനെയാണ്: ഇന്ന് എനിക്കെന്റെ അച്ഛനെ നഷ്ടമായിരിക്കുന്നു. അമ്മ നിരന്തരം എന്റെ ഫോണിലേക്ക് വിളിച്ചിരുന്നു. ജോലി തിരക്കെല്ലാം കഴിഞ്ഞ് ഫോൺ എടുത്തു നോക്കിയപ്പോൾ 20-ലധികം മിസ്ഡ് കോളുകൾ ഉണ്ടായിരുന്നു. തിരിച്ചു വിളിച്ചപ്പോൾ ആ വാർത്ത എന്നെ തളർത്തിക്കളഞ്ഞു. അച്ഛൻ ഈ ലോകത്തോട് വിട പറഞ്ഞിരിക്കുന്നു. ജോലി തിരക്കു കാരണം അമ്മയുടെ ഒരു കോൾ പോലും എനിക്ക് എടുക്കാൻ കഴിഞ്ഞില്ലല്ലോ. ഒടുവിൽ രാവിലെ 8 മണിക്ക് ഏറ്റവും വേഗത്തിലെത്താൻ കഴിയുന്ന ഫ്ലൈറ്റിൽ തന്നെ ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തു. എന്നാൽ ആ വിമാനം വൈകുന്നേരം 7 മണിക്ക് മാത്രമേ നാട്ടിലെത്തുകയുള്ളൂ. നിലവിൽ ഇപ്പോഴും 2ാമത്തെ ഫ്ലൈറ്റിനായി എയർപോർട്ടിൽ കാത്തിരിക്കുകയാണ്. ഞാൻ പൊതുവെ വികാരങ്ങൾ പുറത്തു കാണിക്കാത്ത ഒരാളാണ്. പക്ഷേ ഇപ്പോൾ എന്റെ ചങ്കിൽ ഒരു വലിയ ഭാരം കയറ്റിവെച്ചതുപോലെ തോന്നുന്നു. ഞാനിപ്പോൾ മനസ്സിനെ നിയന്ത്രിക്കാൻ വല്ലാതെ ബുദ്ധിമുട്ടുകയാണ്. ഈ വേദനയ്ക്ക് മുന്നിൽ എനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. ആ സമയത്താണ് ഞാൻ ഫോൺ കോൾ ലിസ്റ്റ് വീണ്ടും ഒന്ന് പരിശോധിക്കുന്നത്. അതിനിടയിലാണ് അമ്മയുടെ കോളുകൾക്ക് മുൻപായി അച്ഛൻ എന്നെ വിളിച്ചിരുന്നതായി ഞാൻ കാണുന്നത്. എനിക്ക് അദ്ദേഹത്തെ ഒന്ന് തിരിച്ചു വിളിക്കാമായിരുന്നു. പക്ഷേ ഞാനത് ചെയ്തില്ല. മുൻപ് അച്ഛൻ വിളിച്ചപ്പോഴും എനിക്ക് വേണ്ടതുപോലെ സംസാരിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അദ്ദേഹത്തോടൊപ്പം ഇനിയും ഒരുപാട് സമയമുണ്ടെന്നാണ് ഞാൻ കരുതിയിരുന്നത്. അവസാനം വിളിച്ചപ്പോൾ ചില വിയോജിപ്പുകളാണ് അച്ഛൻ പങ്കുവച്ചിരുന്നത്. എങ്കിലും പരസ്പരം ഞങ്ങൾ സ്നേഹിച്ചിരുന്നു. എനിക്ക് അവനെക്കുറിച്ച് അഭിമാനമുണ്ടെന്ന് അദ്ദേഹം പലപ്പോഴും അമ്മയോട് പറഞ്ഞിട്ടുണ്ട്. ഭാരിച്ച ഹൃദയവും നിറഞ്ഞ കണ്ണുകളുമായാണ് ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. അമ്മയെയും സഹോദരിയെയും കാണുമ്പോൾ ഞാൻ ഇങ്ങനെ ആവരുത്. അവരെ ആശ്വസിപ്പിക്കാൻ ഇനി ഞാൻ മാത്രമേയുള്ളൂ. അവസാനമായി എന്റെ അച്ഛനെ കാണാൻ എന്നെ തന്നെ സജ്ജനാക്കാൻ വേണ്ടിയാണ് ഞാൻ ഇതിവിടെ എഴുതുന്നത്. കൂടാതെ തന്റെ സുഹൃത്തുക്കളെ വിവരമറിയിച്ചിട്ടുണ്ടെന്നും കുറച്ചു കാലത്തേക്ക് താൻ ഇനി സോഷ്യൽ മീഡിയയിൽ സജീവമായിരിക്കില്ല എന്നും യുവാവ് തന്റെ കുറിപ്പിൽ പറയുന്നുണ്ട്. ജീവിതത്തിൽ ഒരിക്കൽ നഷ്ടപ്പെട്ടാൽ പിന്നീട് ഒരിക്കലും തിരിച്ചു കിട്ടാത്ത പലതുമുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. എന്ത് തിരക്കാണെങ്കിലും നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മളെ വിളിക്കുമ്പോൾ ഒരു നിമിഷമെങ്കിലും ആ ഫോൺ എടുത്ത് കാര്യം തിരക്കാൻ നമ്മൾ ശ്രമിക്കണം. ഒരുപക്ഷെ അതൊരു അവസാന വിളിയോ അല്ലെങ്കിൽ ആഗ്രഹമോ ആണെങ്കിലോ. ജീവിതത്തിൽ ഒരിക്കൽ നഷ്ടപ്പെട്ടാൽ പിന്നീട് ഒരിക്കലും തിരിച്ചു കിട്ടാത്ത ഒന്നാണ് പ്രിയപ്പെട്ടവരുടെ സാമീപ്യം. ആ തിരിച്ചറിവാണ് ഈ ചെറുപ്പക്കാരന്റെ കുറിപ്പിലൂടെ നമുക്ക് നൽകുന്ന സന്ദേശം.